അസ്സലാമു അലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ സ്നാക്ക് ഉണ്ടാക്കാനായി കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി പേസ്റ്റ് നല്ലതുപോലെ മൂത്ത് കിട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് 2 സബോള കട്ട് ചെയ്തത്, പിന്നെ 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി, പിന്നെ 1 ക്യാരറ്റ് ചീകിയെടുത്തത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇടുന്നത് 1 മാഗി ക്യൂബിൻ്റെ 1 പീസാണ്. ഒരു പാക്കറ്റിൽ 2 ഉള്ളതിൻ്റെ 1 പീസ്. ഇനി ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ജീരകം പൊടിച്ചത്, ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 3 മുട്ട പുഴുങ്ങി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഈ മുട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും കേട്ടോ മസാല. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ്. എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതിലേക്ക് ബാറ്റർ ഉണ്ടാക്കാനായി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദയും പിന്നെ 1 മുട്ടയും പാകത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അരച്ചെടുത്ത കൂട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ കട്ടിയിലാണ്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് സ്വല്പം കൂടി വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു ദോശത്തവ വെച്ച് അതിലേക്ക് മാവ് ഒഴിച്ച് ഓരോ ദോശയും ചുട്ടെടുക്കാം. ഇപ്പോൾ എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ടയും 1 കപ്പ് പാലും കൂടി ഒഴിച്ച് കുറച്ച് കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് വരാം. അരച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറിയൊക്കെ വെക്കാൻ പറ്റിയൊരു പാത്രമാണ് കേട്ടോ. അതിലേക്കൊന്ന് നെയ്യ് തൂകിയതിന് ശേഷം ഓരോ ദോശയും നമ്മുടെ ഈ മുട്ടയുടെ മിക്സിൽ മുക്കി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ മസാല കൂട്ട് നിരത്തി വെക്കാം. ഇനി വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ചിക്കൻ വെച്ചിട്ടും അതുപോലെ തന്നെ സോസേജ് വെച്ചിട്ടൊക്കെ ഉള്ള ചട്ടിപ്പത്തിന് ഞാൻ ഇതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയതാണല്ലോ. കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിലുള്ളതാണ് മുട്ട, പിന്നെ കുറച്ച് വെജിറ്റബിളും ആണല്ലോ. അപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് കേട്ടോ അങ്ങനെ കാണിക്കുന്നത്. ഇനി ഈ ബാക്കി വന്ന മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിലായി ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു ദോശത്തവ പഴയത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ പാത്രം വെച്ച് കൊടുക്കുന്നത്. 20 മിനിറ്റ് കൊണ്ട് ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് മറിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റിയൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ. എല്ലാവർക്കും ഈസിയായി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.